പാലക്കാട്ട് ഇവർ വിചാരിച്ചതുപോലെ തന്നെ എന്ത് വില കൊടുത്തും തങ്ങളുടെ ആ നടപടി അത് പിൻവലിക്കുവാൻ എന്തൊക്കെ സംഭവിച്ചാലും തയ്യാറല്ല എന്ന് ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇന്നലെ പാലക്കാട് നിയമസഭാ സീറ്റിൽ രമേശ് പിഷാരടിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരുന്നു. അതിനെതിരെ വമ്പിച്ച ജനരോക്ഷമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പാലക്കാട്ട് മത്സരാർത്ഥിയായി ഇറങ്ങുന്ന രമേശ് പിഷാരടി ഇന്ന് വേണ്ട ട്രെയിനിങ് എല്ലാം കൊടുത്ത് ആ രമേശ് പിഷാരടിയെ കൊണ്ട് ഇന്ന് നടത്തിയ പത്രസമ്മേളനം ഒന്ന് കണ്ട ശേഷം ഉടനെ മടങ്ങി വരാം. രാഹുലിനെതിരെ ആരോപണം വന്ന സമയത്ത് രാഹുലിനെ പിന്തുണച്ച ഒരാളുകൂടിയാണ് പിഷാരടി. അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും. പിന്തുണച്ചു എന്ന് പറയുന്നത് വന്നൊരു ഹെഡിങ് മാത്രമാണ്. ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയപ്പോൾ ഞാൻ രാഹുലിന് പ്രചരണത്തിന് പോയിരുന്ന ഒരാളെന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് MLA സ്ഥാനം ഒരു കേസ് തെളിയുന്നത് വരെ, അന്ന് എന്നോട് ചോദ്യം ഉണ്ടാകുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ പരാതിയില്ല പോലീസിൽ. ഈ സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്തയിലും വന്ന ആരോപണങ്ങൾ മാത്രം നിൽക്കുന്നൊരു സമയത്താണ് ഞാൻ പാലക്കാട് ഒരു ഫംഗ്ഷന് പോയത് ഈ ചോദ്യം ഉണ്ടാകുകയും ചെയ്യുന്നത്. അന്നാണ് ഞാൻ പറഞ്ഞത്, ഒരു പരാതി വന്ന, അതായത് ആരോപണം വന്ന, പോലീസിൽ പരാതി ഇല്ലാത്ത സമയത്ത് തന്നെ പാർട്ടി അദ്ദേഹത്തിനെതിരെ പൂർണ്ണമായും പാർട്ടിയുടെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. MLA സ്ഥാനം രാജിവെക്കുക എന്നുള്ളത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിൽ നമുക്ക് അഭിപ്രായമില്ല എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് പിന്തുണ എന്നുള്ള വാക്ക് വെച്ച് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഏത് കാര്യത്തിൽ നിന്ന് എനിക്ക് തിരിച്ചു ചോദിക്കേണ്ടി വരും. ആ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി, പാലക്കാട് ഇപ്പോഴത്തെ MLA, അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ, പോലീസിലുള്ള പരാതികൾ, അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കോടതിയിലിരിക്കുകയാണ്. കോടതി അതിനെക്കുറിച്ച് അന്വേഷിക്കും. അദ്ദേഹം തെറ്റുകാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം അത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധി വരും. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉത്തരവാദിത്തപ്പെട്ടൊരു കാര്യവും അദ്ദേഹം അതിൻ്റെ വിധി അനുകൂലമായാലും പ്രതികൂലമായാലും അദ്ദേഹം അനുഭവിക്കുക എന്നുള്ളൂ. എന്നാൽ അവിടെ എല്ലാ പഞ്ചായത്തിലും ഒരു ഓഡിറ്റോറിയങ്ങൾ ഉണ്ടാകാനുള്ളൊരു പദ്ധതി കൊണ്ടുവന്നു. 1.5 വർഷം കൊണ്ട് ഏകദേശം 13 വീടുകൾ രാഹുൽ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ബാക്കി ഒരു 8-10 വീടുകളുടെ പദ്ധതി പകുതിക്ക് നിൽക്കുകയാണ്. ആ പദ്ധതികളിൽ ഞാൻ പിന്താങ്ങുന്നില്ല അല്ലെങ്കിൽ ഞാനിതിനെതിരാണെന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല. അതിൻ്റെ നല്ല കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടോ, എല്ലാ സ്ഥലങ്ങളിലും നല്ലതും ചീത്തയുണ്ടല്ലോ, അതിൽ നല്ലത് എന്തെല്ലാം ഉണ്ടോ ആ നല്ലതെല്ലാം ഏറ്റെടുക്കുകയും ആ നല്ല കാര്യങ്ങളെല്ലാം പിന്തുണയ്ക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. നമ്മളെ സംബന്ധിച്ച് നമുക്ക് അറിയില്ലല്ലോ ബാക്കി കാര്യങ്ങൾ അല്ലേ. ഞാൻ നിങ്ങളെ പറ്റിയോ എന്നെ പറ്റിയോ നമ്മൾ കേൾക്കുന്ന ഓഡിയോ വെച്ചോ വാർത്തകളോ ഒക്കെ വെച്ചിട്ടുള്ളൊരു കാര്യത്തിൽ കോടതിയിൽ എത്തിയൊരു കാര്യത്തിൽ പാർട്ടി പറഞ്ഞിട്ടുണ്ടല്ലോ അതിൻ്റെ കാര്യങ്ങൾ. ഞാൻ അവിടെ ഇപ്പോഴത്തെ MLA എന്നുള്ള സ്ഥാനത്തിൽ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. എന്നെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്, ഞാനാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. രാഹുൽ പാർട്ടിയുടെ അതുകൊണ്ട് തന്നെ ഈ രാഹുലിനെ വിളിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. അദ്ദേഹം ഇപ്പോഴത്തെ MLA ആണ്. അവിടുത്തെ ഇപ്പോഴും ഇന്നലെ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത് വരെയും അവിടുത്തെ MLA ആണ്. അതിൻ്റെ ബാധ്യതയുടെ പ്രശ്നമല്ല, അദ്ദേഹമാണ് അവിടുത്തെ MLA. ഞാൻ പറഞ്ഞതുപോലെ ചില നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ആ നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കുകയും മുന്നിലേക്ക് പോവുകയും ചെയ്യേണ്ടതുണ്ടല്ലോ. അതെല്ലാം പാർട്ടി നേതൃത്വവും പാർട്ടിക്കാരും തീരുമാനിക്കുന്നതനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടുന്ന് ഇന്ന് പാലക്കാടേക്ക് എത്തുന്നതേ ഉള്ളൂ. അതനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. ഇത്തരം ആരോപണങ്ങൾ വന്നാൽ തിടിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് നേതൃത്വത്തിനാണ്. അവർ അതിന് അനുകൂലമായ അല്ലെങ്കിൽ ഒരു ജനങ്ങൾ പെട്ടെന്ന് തോന്നുന്നൊരു കാര്യം പറയുന്നു അല്ലെങ്കിൽ ജനങ്ങളുടെ ഹിതത്തിന് മാനിച്ചുകൊണ്ട് പെട്ടെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറയുന്ന തീരുമാനമാണ് നേതൃത്വത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അത് ചെയ്തു. അത് മറ്റൊരു പാർട്ടികളും എൻ്റെ അറിവിൽ ഇങ്ങനെ, അതായത് പോലീസിൽ പരാതി എത്തുന്നതിന് മുമ്പ്, പോലീസിലെത്തിയിട്ടാണ് ഇത് ചെയ്തതെങ്കിൽ ഈ ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പോലീസിലെത്തുന്നതിന് മുമ്പ് ഒരു തീരുമാനമെടുക്കുകയും പൂർണ്ണമായും എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നും മാറ്റുകയും ചെയ്തിട്ടുള്ളതാണല്ലോ. ഇത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പം അതായത് ഏതാണ്ട് 3ാമത്തെ ചോദ്യമായിട്ട് തന്നെ വന്നൊരു കാര്യമെന്നുള്ള നിലയിൽ ഇങ്ങനെ ഞാനത് കൺക്ലൂഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ കോടതിയിൽ പരിഗണനയിലിരിക്കുന്ന കാര്യങ്ങളുടെ വിധിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അതെന്താണോ വരുന്നത് അത് അദ്ദേഹം അനുഭവിക്കുക. അദ്ദേഹം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എന്തെങ്കിലുമല്ല ചെയ്തിട്ടുണ്ട്, വീട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾ അവിടെ നിന്ന് ഏറ്റെടുക്കുകയും അത് തുടർന്നു പോവുകയും എന്നാൽ കഴിയുന്ന ഇനി ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ ആ മണ്ഡലത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങളെല്ലാം
ഞാൻ തുടരുക, പുതിയ കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുക, പുതിയ കാര്യങ്ങൾ ചെയ്യുക. അത് രാഹുൽ എന്നല്ല, ഷാഫി തുടങ്ങി വെച്ച കാലം തൊട്ടാണ് പറയുന്നത്. ഒരു 15 വർഷമായിട്ട് ഇതിൻ്റെ തുടർച്ചയാണല്ലോ അത്. ആ കാര്യങ്ങൾ ഏറ്റെടുത്തുകയും നടത്തുക എന്നുള്ളതായിരിക്കും എൻ്റെ ലക്ഷ്യം. ഇവിടുത്തെ മുഖ്യ ഒപ്പം മത്സരിക്കുന്നതിലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് BJP ആണ്. BJP ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം നടക്കുന്നത്. ലക്ഷ്യം BJPയുടെ ഒരു സമന്വിതമായ നേതാവാണ് വരുന്നത്. ഞാൻ എതിർപക്ഷം എന്ന വാക്ക് ഒരു പാർട്ടിയെ പറ്റിയും പറയുന്നില്ല, മറ്റൊരു പക്ഷം എന്ന വാക്ക് പറയാനാണ് ആഗ്രഹിക്കുന്നത്. അത് മറ്റൊരു പക്ഷത്തുള്ള സ്ഥാനാർത്ഥികളെ ഞാനുമായിട്ടുള്ളൊരു ഓട്ട മത്സരമൊന്നുമല്ല ഇത്. അവർ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ്, അവരുടെ ആശയധാര എന്താണ്, കോൺഗ്രസ് നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ആശയം എന്താണ് എന്നുള്ള ഒരു ആശയങ്ങളുടെ പോരാട്ടമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ പാലക്കാടുള്ള ഒരു മതനിരപേക്ഷ ജനാധിപത്യ ബോധ്യമുള്ള ആളുകൾ ഉറപ്പായിട്ടും അതിന് തന്നെ മുൻകൈ എടുത്തുകൊണ്ട്, പലപ്പോഴും നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണുന്ന പോലെയൊന്നുമില്ല. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ഒരു 5 കിലോമീറ്റർ ഇടത്തോട്ടും വലത്തോട്ടും കടന്നാൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും നമുക്ക് പരിചയമുള്ളവരുമൊക്കെയാണ് എന്ന സാഹചര്യത്തിൽ അത്തരത്തിലൊരു നിലപാടായിരിക്കും ജനങ്ങൾ എടുക്കുകയെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇല്ല, അതിനെക്കുറിച്ച് അത്ര വലിയ ആശങ്കകളില്ല. ഈ മുഖ്യ എതിരാളി അവിടെ BJP-നെ ആണ് കാണുന്നത് അതോ LDF-നെ ആണ് കാണുന്നത്, പിഷാരടി കാണുന്നത്? അവിടുത്തെ മുഖ്യ ഒപ്പം മത്സരിക്കുന്നതിലെ മുഖ്യ എതിരാളി എന്ന് പറയുന്നത് BJP ആണ്. BJP ആയിട്ടാണ് ഡയറക്റ്റ് മത്സരം നടക്കുന്നത്. അത് തന്നെ സാങ്കല്പികം. ശരിയാണല്ലോ. ഞാൻ ഇതിനു മുമ്പും രാഷ്ട്രീയത്തിലുണ്ടല്ലോ. രാഷ്ട്രീയത്തിൽ തന്നെ തുടർന്ന് പോകാനെന്ന് ചോദിക്കാൻ ഞാൻ ഇതിനു മുമ്പില്ലാത്തതുപോലെ അല്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതല്ല, ജയിക്കുന്നതിന് മുമ്പും സ്ഥാനാർത്ഥിത്വം കിട്ടുന്നതിന് മുമ്പും എല്ലാം രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിട്ടുള്ള ആൾ തന്നെയാണ്. അല്ല, പാലക്കാട് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ ജനങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിനും മാനസികമായ സന്തോഷത്തിനും വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. വികസനം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ പാർട്ടികളും എല്ലാ കാലത്തും പറയുകയും നമ്മുടെ ഒരു കർത്തവ്യമായിട്ടുള്ളൊരു കാര്യവുമാണ്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, നമ്മുടെ ഇവിടെ ഇപ്പോൾ ഒരു നല്ല വികസനം, നമ്മളുടെ കടൽത്തീരം മുഴുവൻ നല്ല ബെഞ്ചൊക്കെ ഒരുക്കി കല്ലിട്ടു. നമ്മൾ ഇന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് മകൻ അമ്മയെ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ള വാർത്ത കേട്ടിട്ടും അമ്മായിയമ്മ മരുമോളെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടും ഒക്കെയാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു സന്തോഷത്തിൻ്റെ പ്രശ്നമുണ്ട്. മനുഷ്യനാണല്ലോ മാനദണ്ഡം. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ക്രൈമുകൾ, ലഹരിയുടെ ഒരു ആധിക്യം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പലപ്പോഴും എല്ലാവരും വികസനത്തെപ്പറ്റി സംസാരിക്കൂ, വികസനത്തെപ്പറ്റി പറയൂ എന്ന് പറയുന്നുണ്ട്. വികസനത്തെക്കുറിച്ച് ഓഫ്കോഴ്സ് പറയണം. എല്ലാ കാലത്തും രാജ്യം മുന്നിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എല്ലാ കാര്യത്തും എല്ലാ പാർട്ടികളും വികസനം എന്ന കാര്യത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒപ്പം മനുഷ്യൻ്റെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യങ്ങൾ, മനുഷ്യന് ഏറ്റവും കാര്യമായി അവനവൻ്റെ സന്തോഷം, ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തിക്കൊണ്ട് വികസനം മാത്രം ഉയർത്തി കാണിക്കുന്നതിൽ അർത്ഥമില്ല. വികസനത്തിൽ അർത്ഥമില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല, നമ്മുടെ മാനസികാരോഗ്യ മേഖല, പലരെയും നമ്മൾ ചോദിക്കുമ്പം ഇപ്പോൾ വന്ദന കൊലക്കേസ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പം മാനസികാരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് എന്നാണ് പറയുന്നത് കോടതിയിലെത്തുമ്പോൾ. അപ്പം കൃത്യമായിട്ട് ഇങ്ങനെ വേണേൽ പറയാം, ഒരു കൊലകളില്ലാത്തൊരു 10 ദിവസം കാണാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഭയം നമുക്ക് വല്ലാതെ ഉണ്ട്. ഞാൻ ചിലപ്പം പറയും, നമ്മൾ ഓടിക്കുമ്പോൾ വല്ല വാഹനമൊക്കെ എവിടെയെങ്കിലും ഒന്ന് വരഞ്ഞാൽ പോലും എൻ്റെ ഡ്രൈവറോട് പറയും, വെറുതെ ആരോടൊന്നും വർത്താനം പറയാൻ പോകണ്ട. ആരാണ് എപ്പോഴാണ് ഒരു പൂള് പുള്ളുന്നതെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലായി നമ്മൾ മൊത്തത്തിൽ സമൂഹത്തിൽ നിൽക്കുന്നത്. അതാണ് ഏറ്റവും പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മമ്മൂക്ക അല്പം മുമ്പ്, ഞാൻ ഇറങ്ങുന്നതിന് മുമ്പ് കൂടെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം മേടിച്ചു. അദ്ദേഹം എനിക്കൊരു എല്ലാ ദിവസവും കമ്മ്യൂണിക്കേഷനുള്ള ഒരാളാണ്. രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ കഴിഞ്ഞ കുറേ നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചർച്ചകൾ ചെയ്തിട്ടുള്ളതും ആശയ സംവാദങ്ങൾ നടത്തുന്നതും മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം എത്രയോ മുഖ്യമന്ത്രിമാരെ അടുത്ത് പരിചയമുള്ള, കഴിഞ്ഞ കുറേ നാളുകളിൽ ഏറ്റവും സജീവമായി ഇവിടെ നിന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം എല്ലാ കാര്യങ്ങളിലും എനിക്ക് വേണ്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും, എതിരഭിപ്രായങ്ങളാണെങ്കിൽ അതും വെച്ച് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ആരെയും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ആരെങ്കിലും നിർബന്ധിച്ച് പ്രചരണത്തിന് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം പറയാം, ഇത് അദ്ദേഹം ഉത്തരം പറയേണ്ട കാര്യമാണ്. എങ്കിലും വിജയിച്ചാൽ, അലി പറഞ്ഞതുപോലെ വിജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും
അദ്ദേഹത്തിനെ അവിടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കൊണ്ടുവരാൻ പറ്റും. പാലക്കാട് രാഹുൽ ഗാന്ധി നേരിട്ടൊരു വെല്ലുവിളി DCC ഭാഗത്ത് കാര്യമായിട്ടുള്ള ഉണ്ടായിട്ടില്ല. മാത്രമല്ല വലിയ ഞാൻ ചോദിച്ചിട്ട് അടുത്ത 18 ദിവസം നീ രാഹുലിനെ പറ്റി മാത്രമേ ചോദിക്കുന്നുള്ളൂ. നമ്മൾ മമ്മൂക്കയിലെത്തിയ കാര്യങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് ഞാൻ ഇതിങ്ങനെ കൺക്ലൂഡ് ചെയ്യുന്നു. അദ്ദേഹം ചെയ്തത് അദ്ദേഹം നല്ല കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. താങ്കൾ ഉൾപ്പെടുന്ന ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. ബാക്കി സ്ഥാനാർത്ഥികളുടെ തർക്കം നിലനിൽക്കുകയാണ്. ഇത് ഏതെങ്കിലും രീതിയിൽ UDF-നെ ബാധിക്കും? അത് എല്ലാ പാർട്ടിയിലും ഇല്ല, എല്ലാ പാർട്ടിക്കും ഒരുപോലെയാണ്. ഒരുപക്ഷെ ഇത്രയും വിമതരുള്ള ഇത്രയും തർക്കങ്ങൾ നടക്കുന്ന ഒരു ഇലക്ഷൻ വേറെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് UDF-നെ മാത്രമല്ല, എല്ലാ പാർട്ടിയിലും ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ മാത്രം പ്രശ്നമല്ല അത്. ഈ സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരാളാണ്. സ്വാഭാവികമായും ഈ പ്രചരണമൊക്കെ വരുമ്പോൾ താരങ്ങളെയൊക്കെ താരപ്രചാരകരായി കാണാൻ കഴിയും. അങ്ങനെ ഉണ്ടാവും? അത് ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ആരെയും അങ്ങനെ നിർബന്ധിച്ച് അവിടെ എനിക്ക് പ്രചരണത്തിന് വരണമെന്നുള്ളത് പറയുന്നില്ല. പിന്നെ സിനിമയിൽ സജീവം എന്ന് പറയുന്ന അത്രയും പടങ്ങൾ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ടെലിവിഷനും വേദിയിലൊക്കെയാണ് കൂടുതലായിട്ടുള്ളത്. സാധാരണ ജില്ലയിലെ മണ്ഡലങ്ങളിലൊക്കെ പ്രചരണത്തിന് പോകുന്നതാണ് തെരഞ്ഞെടുപ്പിന് സമയത്ത്. അപ്പൊ ഇത്തവണ അവിടെ മാത്രം കേന്ദ്രീകരിക്കണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള? അവിടെ തന്നെ പ്രധാനമായിട്ടും കേന്ദ്രീകരിക്കും. നമുക്ക് വളരെ പരിമിതമായ സമയമല്ല ഇത്തവണ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും അവിടെ അതിനുവേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കണം. അവിടെയുള്ള എല്ലാവരെയും ഉള്ള സമയം കൊണ്ട് കാണണമെന്നുള്ളതാണ് ഉദ്ദേശം. കൂടുതൽ ചലച്ചിത്ര താരങ്ങൾക്കും. പിന്നെ ഞാൻ ഒരു കാര്യം ഇതിനിടെ പറഞ്ഞിട്ട്, ബാബുച്ചേട്ടൻ ഇവിടെ ഇരിക്കുന്നത്, ബാബുച്ചേട്ടൻ്റെ വീട് ഇവിടെയാണ്. അപ്പം ഇടയ്ക്ക് തൃപ്പൂണിത്തുറ എന്ന് പറഞ്ഞൊക്കെ എൻ്റെ പേര് വരും, അല്ലെങ്കിൽ ഇടയ്ക്ക് വരും. ഞാൻ മമ്മൂക്കയോട് ചോദിക്കുന്നുള്ളൂ പറഞ്ഞതുപോലെ ഇദ്ദേഹം ബാബുച്ചേട്ടൻ ഒരിക്കൽ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെപ്പോലെ അല്ല, രാവിലെ നടക്കാനിറങ്ങുമ്പം സീലിൻ്റെ പാടും സീലും കയ്യിലെടുത്തുകൊണ്ട് നടക്കും. കാരണം വഴിയിൽ ആൾക്കാർ റേഷൻ കാർഡിൻ്റെ ആവശ്യം പറഞ്ഞാൽ വഴിയിൽ വെച്ച് അത് സീൽ ചെയ്ത് കൊടുത്തും ഒപ്പിട്ട് കൊടുത്തും നടക്കുന്ന ഒരു കാലം, 90കളിലെ കാലമാണ് പറയുന്നത്. അപ്പം ഒരു 10-30 വർഷക്കാലം ഒരു മണ്ഡലം നോക്കി നടന്ന ബാബുച്ചേട്ടന് പോയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കും, എങ്ങനെയാണ് ജനങ്ങളോട് അദ്ദേഹം ഇടപെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനകീയമായിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യങ്ങളല്ല. അപ്പം മറ്റൊരു മണ്ഡലത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ പോകുന്നതിനേക്കാളും പാലക്കാട് എന്ന് പറയുന്ന എൻ്റെ ജന്മനാടും അവിടെയുള്ള ജനങ്ങളും അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് ഏറ്റവും പ്രാധാന്യം ഉണ്ടായിരിക്കുക. സിനിമയിൽ എത്തുന്ന ആളെ ഒരു രാഷ്ട്രീയക്കാരൻ നിലയ്ക്ക് നമ്മുടെ കേരളീയ സമൂഹത്തിൽ അങ്ങനെ ഒരു ആശങ്ക ഈ മത്സരത്തിറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ ഉണ്ടായിരുന്നു. സിനിമ ഒരു തൊഴിലായിട്ട് അങ്ങ് കണ്ടാൽ മതി. എല്ലാ രാഷ്ട്രീയത്തിലിറങ്ങുന്ന എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണല്ലോ. നമ്മളൊരു ഉപജീവന മാർഗം എന്നുള്ള നിലയിൽ ചെയ്യുന്നൊരു തൊഴിലായിട്ട് മാത്രമേ എത്രയോ അഡ്വക്കേറ്റുമാർ നിൽക്കുന്നു, ഡോക്ടർമാർ തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നു. അപ്പം അതൊരു ഞാൻ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു തൊഴിലായിട്ട് മാത്രം കണ്ടാൽ മതി. ഒരു സ്റ്റേജ് പെർഫോമറും മിമിക്രി കലാകാരനും നടനുമൊക്കെയായ രമേശ് പിഷാരടിക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ ഇതുപോലെ നന്നായി സംസാരിക്കാൻ പറ്റുമായിരിക്കാം. എന്നാൽ രാഹുലിനെ പോലെ പതിറ്റാണ്ടുകൾ ജനമധ്യത്തിൽ ഇറങ്ങി പ്രക്ഷോഭങ്ങൾ നയിച്ച് ജയിലിൽ കിടന്ന് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടതിന് പരിഹാരം കണ്ടുണ്ടാക്കിയ ആ കൈയടക്കവും ആ കഴിവും ഈ പിഷാരടിക്കുണ്ടോ എന്ന് പാലക്കാട്ടെ ജനങ്ങൾ ചിന്തിക്കുക. ആ മികവുറ്റ ആ നല്ല ചെറുപ്പക്കാരനെ തേൻകണിയിൽപ്പെടുത്തി അയാളുടെ രാഷ്ട്രീയ ജീവിതം നയിച്ചിട്ട് ഇതുപോലെ നൂലിൽ കെട്ടി ഇറക്കിയ ഒരു മിമിക്രി കലാകാരനെയാണോ പാലക്കാട്ടുകാർക്ക് വേണ്ടത് എന്ന് പാലക്കാട്ടെ ജനങ്ങൾ ചിന്തിക്കുക, ആലോചിക്കുക, തീരുമാനിക്കുക. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.